തൊട്ടുകൂടായ്മ, അയിത്തം, അസ്പൃശ്യതയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തേക്കാണ് ഇസ്ലാം കടന്നു വന്നത്. ആരും തൊടാത്തവരെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ഒരു പുതിയ സംസ്കാരം ഇസ്ലാം ഇവിടെ ഉണ്ടാക്കിക്കൊടുത്തു. സഹിക്കുമോ ആഗോള ക്യാപിറ്റലിസത്തിന്? സഹിക്കുമോ ജാതീയതയ്ക്ക്? സഹിക്കുമോ സവർണദേശീയതയ്ക്ക്? ഫാഷിസത്തിന്? മാർ കൂറിലോസ് ഇതിൽ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി കൈ ഉയർത്തിയതാണോ? ഞാൻ അങ്ങനെ കണ്ടിരുന്നു. അതെ, പറഞ്ഞോളൂ. എന്തുകൊണ്ട് മതം ഇവിടെ ഒരു പ്രശ്നമായി എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം തേടുമ്പോൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഇത്. ഇതിനൊരു ആഗോള പരിസരമുണ്ട്, നമ്മൾ വിസ്മരിക്കരുത്. ആഗോളതലത്തിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു അജണ്ട കൂടെയാണ് ഇന്ത്യയിൽ ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സാമ്രാജ്യത്വം എന്നും നിലനിന്നത് ഒരു ശത്രുവിനെ എതിർപക്ഷത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ്. കോൾഡ് വാറിന്റെ സമയത്ത് കമ്മ്യൂണിസം ആയിരുന്നു ആ ശത്രു, സാമ്രാജ്യത്വ മൂലധന ശക്തികൾ. കമ്മ്യൂണിസത്തെ ആഗോളതലത്തിൽ ഒതുക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് അവർക്കൊരു പുതിയ ശത്രുവിനെ സൃഷ്ടിക്കേണ്ടി വന്നു. ഈ കാലത്ത് ട്രംപിന്റെയൊക്കെ നേതൃത്വത്തിൽ ആഗോള സാമ്രാജ്യത്വ ശക്തികൾ കമ്മ്യൂണിസത്തിന് പകരം ഒരു പുതിയ ശത്രുവിനെ സൃഷ്ടിച്ചെടുത്തതിന്റെ പേരാണ് ഇസ്ലാം. അതിന് അവർ തന്നെ ആദ്യം അൽഖൈദയും ഐസിസും ഒക്കെ ഉണ്ടാക്കി ഇസ്ലാമിനെ ഒരു തീവ്രവാദ പ്രസ്ഥാനമായിട്ട് അവതരിപ്പിച്ചു. അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ എന്നൊരു പ്രത്യയശാസ്ത്രം തന്നെ ഇന്ന് ആഗോളതലത്തിൽ വളരെ പ്രകടമാണ്. അത് സാമ്രാജ്യത്വത്തിന്റെ ഒരു പദ്ധതിയാണ്. അതിന്റെ ഒരു നടപ്പാക്കൽ കൂടെയാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. അതെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സമഭാവനയുടെയും കാരുണ്യത്തിന്റെയും ഒക്കെ മതമായ ഇസ്ലാമിനെ ഒരു വില്ലനായിട്ട് ചിത്രീകരിച്ച് സർവ്വതീവ്രവാദവും ഇസ്ലാമാണെന്നുള്ള ഒരു വ്യാജ പ്രചരണം നടത്തി ഇസ്ലാമിനെ പുറത്താക്കുക, നിഗ്രഹിക്കുക, ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു അജണ്ട സാമ്രാജ്യത്വത്തിൻ്റെതാണ്. അതും കൂടെ നമ്മൾ കണ്ട് പോകണം ഈ ചർച്ചയിൽ. ആ ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ അപരനായിട്ട്, ദി അതറായിട്ട്, ശത്രുവായിട്ട്, നിഗ്രഹിക്കേണ്ട ശത്രുവായിട്ട് കാണുന്ന ഒരു ആഗോള അജണ്ടയുടെ ഭാഗം കൂടെയായിട്ടാണ് നമ്മൾ ഈ പ്രശ്നത്തെ വിലയിരുത്തേണ്ടതെന്ന് നമ്മൾ മറന്നുപോകും.